കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വനം കായിക സിനിമാ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കെ.ബി. ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗമായിരുന്നു. ഞാൻ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ മാവേലിക്കര പാർലമെൻറ്റ് ജനറൽ സെക്രട്ടറിയുമാണ്. എന്നാൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച് 2011 മുതൽ 2013 വരെ 2013 അദ്ദേഹം രാജിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം 2013 അദ്ദേഹത്തെ മന്ത്രിസഭയിൽ വേണ്ട കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ശ്രീ കെ.ബി. ഗണേഷ് കുമാർ എന്ന മന്ത്രി, കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനും അദ്ദേഹത്തിൻ്റെ പിതാവുമായ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള സാർ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മന്ത്രി വേണ്ട, ആ മന്ത്രിസഭയിൽ അംഗത്വം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർക്കും അതുപോലെ തന്നെ ബഹുമാനായ മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിരുന്നു. എന്നാൽ അവിടെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ശ്രീമാൻ ഉമ്മൻചാണ്ടി ഇദ്ദേഹത്തെ മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയായിരുന്ന ശ്രീമതി യാമിനി തങ്കച്ചി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു ഗാർഹിക പീഡനത്തിന് കേസ് നൽകുകയുണ്ടായി. അതിലെ സാഹചര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ഞാൻ കോടതിയിൽ നൽകിയത് ആ ഗാർഹിക പീഡനം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഗൗരവമായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു. കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഉടൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യവും ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് പോയി. അന്നത്തെ കേരളത്തിൻ്റെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്രീ ഗണേഷ് കുമാറിന് രാജിവെക്കേണ്ടി വന്നു. തുടർന്ന് ഈ കേസ് ഒന്ന് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ശ്രീമാൻ ഉമ്മൻചാണ്ടി സാർ അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ ഷിബു ബേബി ജോൺ സാറിനെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമത്തിൽ UDF നേതാക്കന്മാരുടെയും അദ്ദേഹത്തിൻ്റെയും ചില സുഹൃത്തുക്കളുടെയും ഒക്കെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായി ആ കേസ് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു. തുടർന്ന് ശ്രീ ഗണേഷ് കുമാർ വീണ്ടും മന്ത്രിസഭയിലേക്ക് തിരികെ വരുവാൻ ആഗ്രഹിച്ചു. ഞാൻ അദ്ദേഹത്തോട് നല്ല അടുപ്പം പുലർത്തിയിരുന്ന ഒരാളാണ്. കോൺഗ്രസ് പ്രവർത്തകനാണ് എങ്കിൽ പോലും വളരെ ആത്മാർത്ഥമായി ആ മന്ത്രിസഭയിലെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫായി പ്രവർത്തിച്ചിരുന്നു. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. വളരെ കൃത്യമായി ഉത്തരവാദിത്വത്തോടു കൂടി അത് നിർവഹിക്കുന്ന ഒരാളുമായിരുന്നു. ഈ സമയങ്ങളിൽ അദ്ദേഹത്തിന് തിരികെ വരാനൊക്കാത്ത, മന്ത്രിസഭയിലേക്ക് തിരിച്ചു വരുവാൻ ആകാത്ത ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം തിരിച്ചു വരണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. പക്ഷെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തിരികെ വരാനൊക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് ശ്രീമാൻ ഉമ്മൻചാണ്ടിയോട് അങ്ങേയറ്റത്തെ വൈരാഗ്യവും ശത്രുതയും അദ്ദേഹത്തിനുണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കി. പല സമയങ്ങളിലായി അദ്ദേഹത്തെ, ഈ ഗണേഷ് കുമാർ സാറിനെ നേരിൽ കാണുന്ന സാഹചര്യങ്ങളിലൊക്കെ അദ്ദേഹം പറയാറുണ്ട്, ഞാൻ കാണിച്ചു കൊടുക്കാം, ഉമ്മൻചാണ്ടിയെയും UDF നേതാക്കന്മാരെയും ഒക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ആ പെണ്ണ് കേസിൽ പെടുത്തിക്കൊള്ളാം, ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുമായിരുന്നു. എന്നാൽ പിന്നീട് 2015 അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയിലേക്ക് ചേക്കേറുകയും അദ്ദേഹത്തോടൊപ്പം അടുക്കുകയും തുടർന്ന് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ വീണ്ടും മത്സരിച്ച് ജയിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. സോളാർ സ്കാം കത്തി നിൽക്കുന്ന സമയത്ത് സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞത് അക്ഷരം പ്രതി അതിൽ പാലിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടി സാറിനെയും UDF നേതാക്കന്മാരെയും പെണ്ണ് കേസിൽ പെടുത്തിയിരിക്കുന്നു, ലൈംഗിക ആരോപണ കേസിൽ പെടുത്തിയിരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് ബോധ്യമാകുന്നത് അന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് നടപ്പിലാക്കി എന്നത്. ഇതൊരു വലിയൊരു ഗൂഢാലോചനയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ബോധ്യം ബഹുമാനപ്പെട്ട കൊട്ടാരക്കര കോടതിക്ക് മുമ്പാകെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഈ പരാതിക്കാരിയുമായി അടുത്ത ബന്ധം ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, പത്തനാപുരം നിയോജക മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ, ഫയലുകളൊക്കെ നോക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ കൊണ്ട് ഒപ്പിടിയിക്കേണ്ടുന്ന സാഹചര്യങ്ങളിൽ അദ്ദേഹം എവിടെയാണോ ഉള്ളത്, മന്ത്രി എവിടെയാണോ ഉള്ളത്, അവിടേക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കടന്നു ചെല്ലാറുള്ള സ്വാതന്ത്ര്യമുള്ള ആളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ നന്തങ്കോടുള്ള അജന്തയിലും അതുപോലെ തന്നെ മന്ത്രി ഓഫീസിലും ഒക്കെ പല സമയങ്ങളിലായി അദ്ദേഹത്തെ കാണാൻ ചെല്ലും. ഈ സമയങ്ങളിലൊക്കെ ഈ പറഞ്ഞ സരിതാ നായരുടെ സാന്നിധ്യം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ തമ്മിലുള്ള അടുപ്പം ഈ കാഴ്ചയിൽ എനിക്ക് നന്നായി ബോധ്യമുണ്ട്. അതും ഞാൻ കോടതിയിൽ അവതരിപ്പിച്ചു. ഈ കേസ് എന്ന് പറയുന്നത് ബഹുമാനായ അഡ്വക്കേറ്റ് സുധീർ ജേക്കബ്, കോൺഗ്രസ് നേതാവ്, അദ്ദേഹമാണ് ഇത് നൽകിയിരിക്കുന്നത്. ഈ സോളാർ കേസിന്റെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം, ഉമ്മൻചാണ്ടിയെ പോലെയുള്ള പരിണിതപ്രജ്ഞനായ വളരെ ജനകീയനായ ഒരു നേതാവിനെ ഇങ്ങനെ ലൈംഗികാരോപണത്തിൽ പെടുത്തിയത് ഗൂഢാലോചനയാണ് എന്ന് പൊതുസമൂഹത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ കേസ് നൽകിയത്. അത് ഏതാണ്ട് ശരിയാകാൻ പോകുന്ന സാഹചര്യമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, സ്വകാര്യ കാര്യങ്ങൾ, അതുപോലെയുള്ള ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്
അദ്ദേഹത്തിൻ്റെ PA ആയ ശ്രീ പ്രദീപ് കുമാറാണ്. അതും എനിക്ക് ബോധ്യമുള്ളതാണ്. ഞാൻ പേഴ്സണൽ സ്റ്റാഫിൽ ഉള്ളപ്പോഴും അദ്ദേഹം പേഴ്സണൽ സ്റ്റാഫിൽ എത്തുന്നതിന് മുമ്പും അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. അതെ, തീർച്ചയായും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ കോടതിയിൽ അവരുടെ ഭാഗം പറഞ്ഞ വക്കീൽ പറഞ്ഞത് ഇലക്ഷന് മുന്നോടിയായുള്ളൊരു സ്റ്റണ്ടാണ്, ഇതൊരു വാർത്ത ഉണ്ടാക്കാനാണ് എന്നാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ നമ്മുടെ ഭാഗം അഡ്വക്കേറ്റ് സുധീർ ജേക്കബിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ജോളി അലക്സ് അവിടെ പറഞ്ഞത് നിയമസഭാ ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും 2021 ശേഷം 3 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു, അവിടെയൊന്നും മാറ്റിവെക്കേണ്ടി വന്നില്ല. ഇപ്പോൾ ഈ കേസ് മാറ്റിവെക്കണമെന്ന് ശ്രീമാൻ ഗണേഷ് കുമാറിൻ്റെ വക്കീൽ അവിടെ ആവശ്യപ്പെടുകയാണുള്ളത്. അപ്പോൾ ഇവരെന്തോ ഭയക്കുന്നു, നിയമസഭാ ഇലക്ഷന് മുമ്പ് ഇത് വന്നാൽ എന്തോ ഭയക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ആ സമയത്ത് തന്നെ പറഞ്ഞു 12-ാം തീയതി വീണ്ടും കേസ് ശ്രീമാൻ ഫെനി ബാലകൃഷ്ണൻ്റെ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും കേസ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഓൺലൈനിൽ വീഡിയോ കോൺഫറൻസിൽ ബഹുമാനായ ശ്രീ ഫെനി ബാലകൃഷ്ണൻ കോടതിയിൽ ഹാജരായി. അദ്ദേഹത്തിന് 12-ാം തീയതിയത്തെ ഡേറ്റും കൊടുത്തു. അവരുടെ വാദം അപ്പോഴും തള്ളുകയാണ് ഉണ്ടായത്.